എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്കയും മുട്ടയും കൊണ്ടുള്ള തോരൻ അല്ലെങ്കിൽ പൊരിയൽ. അതിനുവേണ്ടി ഞാനൊരു 250 ഗ്രാമോളം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. 1 കിലോ അളവിനുള്ള പാവയ്ക്ക എടുത്തിട്ടുണ്ട്. 2 മുട്ട, ഒരു സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഈ പാവയ്ക്ക ഞാനിവിടെ നട്ട് വളർത്തിയാണ്. ഇപ്പം പാവയ്ക്കയുടെ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ചെറിയ പാവയ്ക്ക ഉണ്ടായി വരുന്നത്, അതാണിത്. ഇനി നമുക്ക് പാവയ്ക്കയെല്ലാം അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരു തക്കാളിയും ഇതിനാവശ്യമുണ്ട്. അത് ഞാനിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഉള്ളി ഒന്നും ഒത്തിരി അങ്ങ് വഴരണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഇട്ടതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ അളവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് വെച്ച് പാവയ്ക്ക ഒന്ന് വേകാനായിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റിന് ശേഷം പാവയ്ക്കയെല്ലാം നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാവയ്ക്കായ്ക്കകത്തൊക്കെ പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ മുട്ട ബുർജി തയ്യാറാക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ഇളക്കി തോർത്തിയെടുക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാവുന്നതാണ്. ഒട്ടും കയ്പില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. കമൻ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം.